الحمد لله الكريم الوهاب الرحيم التواب غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إله الأولين والآخرين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب ബഹുമാനമുള്ള ആദരണീയരായിട്ടിക്കരെ നണ്ടോ പിരിസത്തിലെ സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലാക്ക് തഖ്വയുള്ളവരായി അവനെ സൂക്ഷിച്ച് ജീവിക്കണോട്ടോ എന്നോടും എല്ലാവരോടും ആദ്യമായിട്ട് ഞാൻ വസിയത്ത് ചെയ്യരെ ഉപദേശിക്കരെ റബ്ബു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിനെ ഈ ഭവനിൽ ഈ ഖൈറായ ഈ നാളിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗത്തിലും കുടുംബസമേതം ഒരുമിച്ച് കൂട്ടണകോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം അത് ഒരു അനുഗ്രഹമായിട്ടിക്കറ്, നമുക്കതൊരു അനുഗ്രഹമായിട്ടിക്കറ്. ആ പരിശുദ്ധ ദീനിൽ
നാമെല്ലാം എത്തിപ്പെട്ടത് അതൊരു സൗഭാഗ്യമായിട്ടിക്കറ്. ഇത് ശരിയായ നിലക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമായിട്ടിക്കറ് നമുക്ക് ഇസ്ലാമിലെ സന്തോഷത്തോടെ, അന്തസ്സോടെ, ഹെമ്മയോടെ, അഭിമാനബോധത്തോടെ നമുക്ക് അതിനെ ഉൾക്കൊള്ളണകും, അതേപോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കണകും നമുക്ക് കഴിയരുത്. നമ്മിൽ ചെമ്മ ആളുകൾ ജന്മന മുസ്ലിമുകളായവരായിട്ടിക്കറാറ് ചെന്നെങ്കിൽ അബ്ബ ഉമ്മമാർ മുസ്ലിമീങ്ങളായി അങ്ങനെ ഈ വഴിയിൽ ഇസ്ലാമിലേക്ക് എത്തിപ്പെട്ട ആളുമാറായിട്ടിക്കറ് ചെമ്മ ആളുമാർ. എന്നാൽ കുറച്ച് ആളുമാരെല്ലാം തന്നെ ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഈ ദീനിലേക്ക് വന്ന ആളുമാറുമുള്ളാറ്. ചെമ്മ ആളുകളും ജന്മന മുസ്ലിമീങ്ങളായി വന്നതുകൊണ്ട് പല ആളുമാർക്കും ഇസ്ലാമിനെ സംബന്ധിച്ച് വേണ്ടതുപോലെ ചെമ്മ അറിവില്ലാത്തവരായിട്ടിക്കറാറ്. അതുകൊണ്ട് അങ്ങക്ക് ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ചെമ്മ ഒരു ഹെമ്മയോ ഒരു അഭിമാനബോധമോ അങ്ങക്കില്ല. അത്തരത്തിലുള്ള ആളുമാർക്ക് ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അന്തസ്സോടെ അതേപോലെ തന്നെ സന്തോഷത്തോടെ ആചരിക്കണകും അനുഷ്ഠിക്കണകും കഴിയുന്നില്ല. നാം ജീവിക്കുന്നതായിട്ടിക്കര ഈ കാലഘട്ടം കൊണ്ട് ചൊല്ലരുത് ഇസ്ലാമിനെ വിമർശിക്കപ്പെട്ടതായിട്ടിക്കര, ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഒരു കാലമാണ്. ഇസ്ലാം കൊണ്ട് ചെന്നെങ്കിൽ അത് മൂഢനമ്പിക്കയായിട്ടിക്കറ്, അത് അന്ധവിശ്വാസമായിട്ടിക്കറ് എന്ന് പ്രചരിപ്പിക്കാറ്. ഇസ്ലാം കൊണ്ട് ചെന്നെങ്കിൽ അത് അശാസ്ത്രീയമായിട്ടിക്കറ്, യുക്തിരഹിതമായിട്ടിക്കറ് എന്ന് പ്രചരിപ്പിക്കുന്ന ആൾമാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാം കൊണ്ട് ചെന്നെങ്കിൽ അത് പഴയ നിയമങ്ങളായിട്ടിക്കറ്, 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായിട്ടിക്കര സമൂഹത്തുക്ക് മുഹമ്മദ് പഠിപ്പാറ്റിയതായിരിക്കുന്ന നിയമങ്ങളായിട്ടിക്കറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ വിമർശിക്കരെ അതേപോലെ പരിഹസിക്കുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യം നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. ആരാണിതിരെ പിറവിലുള്ളത് എന്ന് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ പിറവിലിക്കരുത് കുറച്ച് യുക്തിവാദികളായിട്ടിക്കറാറ്, ദൈവത്തെ നിഷേധിക്കറായിട്ടിക്കറാറ്, ഇസ്ലാമിലേക്ക് വന്ന് ജന്മന വന്നിട്ട് ഇസ്ലാം ഞങ്ങൾ വിട്ടുപോയ എന്ന് ചൊല്ലുന്നതായിട്ടിക്കര എക്സ് മുസ്ലിമീങ്ങളും അതിന് പിറവിലുള്ളാറ്. വേറെ ചില ആളുമാർ ഞങ്ങൾ ഫ്രീ തിങ്കേഴ്സ് ആയിട്ടിക്കറ, ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരായിട്ടിക്കറ എന്ന് ചൊല്ലൊരു ആളുമാളെയും നമുക്ക് കാണാൻ സാധിക്കും. അതേമാതിരി വേറെ ചില ആളുമാർ ഞങ്ങൾ ശാസ്ത്രീയമായിട്ടായിട്ടിക്കറ കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യരുത്, വിലയിരുത്തരുത് എന്ന് പറയുന്ന ആളുമാരെയും നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ എല്ലാവരും സിംഗിളായും അതേപോലെ തന്നെ കലക്റ്റീവായും ഒറ്റക്കും കൂട്ടമായിട്ടും എല്ലാം തന്നെ അങ്ങ് വിമർശിക്കരുത്, ഇസ്ലാമിനെയായിട്ടിക്കരുത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നാം ഇസ്ലാമിലെ ആളുകളുണ്ട് ചൊല്ലരെ, മുസ്ലിമീങ്ങളുണ്ട് ചൊല്ലര നിലക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടിക്കരെ, നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടിക്കരെ ചില കാര്യങ്ങളുണ്ട്. അതാണ് ഒരു കുറഞ്ഞ സമയത്തിന് നമ്മൾക്ക് ഇണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പാട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം ഉണ്ട് ചെന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏൽപ്പിച്ചതായിട്ടിക്കരെ പരിശുദ്ധ ഇസ്ലാം അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായിട്ടിക്കരെ നിയമങ്ങളായിട്ടിക്കരെ അന്ത്യനാൾ വരെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നതായിരിക്കുന്ന മനുഷ്യന്മാർക്ക് അവർ എന്തിനെല്ലാം വിശ്വസിക്കണം, അങ്ങ് അനുഷ്ഠിക്കണം, അങ്ങയുടെ സ്വഭാവ സംസ്കരണങ്ങൾ എന്തായിട്ടിരിക്കണം തുടങ്ങിയതായിട്ടിരിക്കുന്ന കാര്യങ്ങൾ, തുടങ്ങിയതായിട്ടിരിക്കുന്ന നിയമങ്ങൾ അതെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പാട്ടി തന്നിട്ടുള്ള കാര്യമായിട്ടിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണമായിട്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാട്ടി തന്നിട്ടുള്ളത്.
അപ്പൊ നമ്മുടെ കയ്യിലുള്ളതായിട്ടിക്കര ഈ ദീനുൽ ഇസ്ലാം ഇട്ട് ചെന്നെങ്കിൽ അത് വളരെ ഉത്കൃഷ്ടമായതായിട്ടിക്കരെ, വളരെ അന്തസ്സുള്ളതായിട്ടിക്കരെ ഒരു ദീനായിട്ടിക്കര്. അതിൽ നമുക്ക് ഹെമ്മയുണ്ടാകണം, അതിൽ നമുക്ക് അഭിമാനബോധമുണ്ടാകണം, അത് നമുക്ക് ആസ്വദിക്കൊണ്ടു കഴിയണം. ഒരു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുനാഫിഖൂൻ ഒരധ്യായമുണ്ട്. ഞാൻ ആമുഖമായി ഓതി വെച്ചതായിട്ടിക്കരെ ഒരായത്തായിട്ടിക്കരെ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. വലില്ലാഹിൽ ഇസ്സത്തു, ഇസ്സത്ത് അല്ലാഹുകായിട്ടിക്കറ്, വലി റസൂലിഹി അവന്റെ റസൂലുകുമായിട്ടിക്കറ് ഇസ്സത്ത്, വലിൽ മുഅ്മിനീന മുഅ്മിനീങ്ങൾക്കുമായിട്ടിക്കറ് ഇസ്സത്ത്. പക്ഷേ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, കപട വിശ്വാസികൾക്ക് മുനാഫിക്കുകൾക്ക് ഇത് പിടിയാവൂല. ഇസ്സത്ത് അല്ലാഹുകായിട്ടിക്കറ്. എന്തിനാ ഇസ്സത്ത് ഉണ്ട് ചെന്നെങ്കിൽ? ഇസ്സത്ത് ഉണ്ട് ചെന്നെങ്കിൽ പ്രതാപമായിട്ടിക്കറ്, അന്തസ്സായിട്ടിക്കറ്, ഓണറായിട്ടിക്കറ്, ഗൗരവമായിട്ടിക്കറ്. അത് അല്ലാഹു കാണിട്ടാണ് അല്ലാഹു തആല ചൊല്ലുന്നത്. എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചൊല്ലുന്നു? കാരണം ഈ പ്രപഞ്ചമെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചമെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലായിട്ടിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിട്ടിക്കറ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, എല്ലാത്തിനെയും പരിപാലിക്കുന്നതും, അങ്ങക്ക് അന്നവും ആഹാരവും കൊടുക്കുന്നതും, വെള്ളവും വെളിച്ചവും കൊടുക്കുന്നതും, വായും കൊടുക്കുന്നതും എല്ലാം അല്ലാഹുവായിട്ടിക്കറ്. അതുകൊണ്ടാണ് വലില്ലാഹിൽ ഇസ്സത്തു, ഇസ്സത്ത് അല്ലാഹു തആല കാണിട്ട് ചൊന്നത്. രണ്ടാമത് വലി റസൂലിഹി, ഇസ്സത്ത് അവന്റെ റസൂലുകുമാണ് എന്ന് അല്ലാഹു തആല ചൊന്നു. എന്ത് കായിട്ടിക്ക് റസൂലുകും ഇസ്സത്തിന് ചൊന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതെ അസീസായതായിരിക്കരെ, ഇസ്സത്തുള്ളതായിരിക്കരെ അല്ലാഹു. ആ അല്ലാഹുവിന്റെ നിയമങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പാട്ടി കൊടുക്കരെ, എത്തുപാട്ടി കൊടുക്കരെ, സന്ദേശവാഹകരായിട്ടിക്കരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റസൂലുകും ഇസ്സത്ത് ഇട്ട് ചൊന്നത്. പിന്നെ മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത് ചൊല്ലുണ്ടോ? ആ റസൂൽ എത്തുപാട്ടിയതായിരിക്കുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടും കൊണ്ട് അത് കൊണ്ടു നടക്കരെ, അഭിമാനബോധത്തോടെ, അന്തസ്സോടെ, ചാരിതാർത്ഥ്യത്തോടെ, സന്തോഷത്തോടെ കൊണ്ടു നടക്കുന്ന ആൾമാർ. അതുകൊണ്ടാണ് മുഅ്മിനുകൾക്കും ഇസ്സത്ത് ഇട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്. അപ്പോൾ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സുപ്രസിദ്ധമായിട്ട് ഒരു പളക്കമുണ്ട്. അദ്ദേഹം പലസ്തീനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തുന്നതിന് വേണ്ടി പോയ സന്ദർഭത്തിൽ നടത്തിയതായിട്ട് ഒരു സുപ്രസിദ്ധമായ വചനമാണ്. എന്തിനാ അതിൽ അദ്ദേഹം ചൊല്ലുന്നത്? കുന്നാ അദല്ല ഉമ്മത്തിൻ ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം വമഹ്മ ബതഗൈനൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലനല്ലാഹ് അദല്ലനല്ലാഹ്. കുന്നാ അദല്ല ഉമ്മത്തിൻ, ഏറ്റവും നിന്ദ്യരായിട്ടിക്കരെ, ദലീലായിട്ടിക്കരെ, ഖ്വാറായിട്ടിക്കരെ ഒരു ഉമ്മത്തായിട്ടിന്നാ ഞങ്ങോ. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു തആല ഞങ്ങൾക്ക് ഇസ്ലാം ദീൻ കൊണ്ട് ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകി. ഇസ്ലാം ദീൻ കൊണ്ട് ഞങ്ങൾക്ക് അല്ലാഹു തആല അന്തസ്സും പ്രതാപവും നൽകി. വമഹ്മ ബതഗൈനൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലനല്ലാഹ്. ഇനി ഈ ഇസ്സത്ത് ഇസ്ലാമാഗ്ര ഇസ്സത്തിനെ വിട്ടിട്ടോ വേറെ ഏതെങ്കിലും തത്വചിന്തയിൽ, വേറെ ഏതെങ്കിലും ഒരു മതം, വേറെ ഏതെങ്കിലും ഒരു സംസ്കാരം, അതിനെയാണ് നാം തേടുന്നതെങ്കിൽ അദല്ലനല്ലാഹ് അദല്ലനല്ലാഹ്, ഞങ്ങൾ അല്ലാഹു തആല വീണ്ടും സലീൽ ഖുവാറാക്കും എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ചെന്നതായിട്ടിക്കരെ ഒരു പളക്ക വളരെ പ്രസിദ്ധമാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ചോദിക്കരെ ഒരു ചോദ്യമായിട്ടിക്കരെ, പരിശുദ്ധമായ ദീൻ ഇവിടെ മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്തുണ്ട് ചൊല്ലുറു. അങ്ങായിട്ടിക്കറാർ ഈ ഭൂമിയിൽ ഏറ്റവും ഇസ്സത്തുള്ള ആളുമാർ. എന്നാൽ എന്തുകൊണ്ട് ഞങ്ങോ ഇസ്സത്തില്ലാത്ത കീഴാളന്മാരായി നമ്മൾ എന്തുകൊണ്ട്
ഈ ദുന്യാവിൽ കളഞ്ഞു കൂടേണ്ട ഒരു അവസ്ഥ ഉണ്ട്. എന്തുകൊണ്ട് മുസ്ലിമീങ്ങളായി ഞങ്ങൾ അടിച്ചമർത്തറ്? എന്തുകൊണ്ട് ഫലസ്തീനിലും ഗാസയിലുമെല്ലാം തന്നെ അവിടെ കൂട്ടക്കൊല നടക്കറ്? എന്തുകൊണ്ട് ലോകത്ത് പല ഭാഗങ്ങളിലും പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്തും മുസ്ലിമീങ്ങൾക്കെതിരിൽ പീഡനങ്ങൾ ഉണ്ടാവുറു എന്നത് സാധാരണമായിട്ട് ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യക്തമായിട്ട് നമുക്ക് തന്നത്. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ ഈ വാക്കിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ എന്തൊക്കെ സഹായം? നമ്മളെ അല്ലാഹുവിന്റെ സഹായം കൊണ്ട് ചെന്നെങ്കിൽ അല്ലാഹുവിന്റെ ദീനിക്ക് സഹായം, അവന്റെ ദീന് അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. ആ നിലക്ക് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ അല്ലാഹു തആല തിരിച്ച് നിങ്ങളെ സഹായിക്കും. നിങ്ങളെ കാൽപാദം അല്ലാഹു തആല അടിയുറച്ചു നിർത്തും. സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു തആല ചൊല്ലുന്നു, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൂൻ. നിങ്ങളായിട്ട് ഇഖ്റാർ ഏറ്റവും ഉന്നതന്മാർ, നിങ്ങൾ ദുർബലപ്പെട്ടു പോകുന്നു തീരാ. നിങ്ങൾ ഒരിക്കലും ഒരു കീഴാളന്മാരാണെന്ന് വിചാരിക്കേണ്ട. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. അപ്പൊ എന്താണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് ചൊന്നു തന്നത്? മുസ്ലിമീങ്ങൾക്കുണ്ടാകുന്ന ഇസ്സത്ത് ഉണ്ട് ചൊന്നെങ്കിൽ അല്ലാഹുവിന്റെ കിതാബിനെ മുറുകെ പിടിച്ച് ആ കിതാബിനെ നമുക്ക് വിശദീകരിച്ചു തന്നതായിരിക്കരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച് അത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ മാത്രമായിട്ടിക്കരെ നമുക്ക് ഈ ദുനിയാവിൽ ഇസ്സത്ത് ഉണ്ടാകരുത്. ഇനി അതല്ല, നാം പാശ്ചാത്യൻ പൗരസ്ത്യൻ അവിടുത്തെ സംസ്കാരമാണ് അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ കൾച്ചറാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതെങ്കിൽ അല്ലാഹു നമ്മുടെ ദലീലാക്കും. എന്ന് മാത്രമല്ല, അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും നീചരായ ആളുമാരുടെ ആഡളിത്തത്തിന്റെ കീഴിലേക്ക് നമ്മൾ അല്ലാഹു തആല കൊണ്ടുവരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യറ്. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. ഈ സമുദായം എവിടെ എത്തും അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുറോ, ലാ തഖൂമുസ് സഅ ഹത്താ തഖുദ മിൻ ഉമ്മത്തി ബിഅഖ്ദിൽ ഖുറൂനി ഖബ്ലഹാ ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഹത്താ തഖുദ മിൻ ഉമ്മത്തി ബിഅഖ്ദിൽ ഖുറൂനി ഖബ്ലഹാ, ഈ ഉമ്മത്ത്, നന്റെ ഈ സമുദായം ഇങ്ങക്ക് മുമ്പുള്ളതായിട്ടിക്കറ നൂറ്റാണ്ടുകാരുടെ സ്വഭാവത്തെ അങ്ങോ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് വരെ ശിബ്റൻ ബിശിബ്രിൻ, ചാണക് ചാണായിട്ട്, ദിറാഅൻ ബിദിറാ, മുളത്തുക മുളമായിട്ട് ചെന്നെങ്കിൽ മുമ്പ് കളഞ്ഞു പോയതായിട്ടിക്കരെ ആ നൂറ്റാണ്ടുകാർ ആരായിട്ടിക്കരെ? ക്രിസ്ത്യാനികളാണ്, ജൂതന്മാരാണ്. ക്രിസ്ത്യാനികൾ എന്തൊക്കെ വാദിക്കറോ അതെല്ലാം ഈ സമുദായം വാദിക്കണക്ക് തുടങ്ങിയിട്ട്, ജൂതന്മാർ എന്തൊക്കെ വാദിക്കറോ അത് ഈ സമുദായം വാദിക്കണക്ക് തുടങ്ങിയിട്ട്, ക്രിസ്ത്യാനികളുടെ അഖീദങ്ങളുടെ വിശ്വാസം എന്താണോ, ജൂതന്മാരുടെ അഖീദ വിശ്വാസം എന്താണോ നമ്മുടെ സമുദായത്തിലേക്ക് ഇവിടെ കടത്തിക്കൂട്ടിയിട്ട് പിടിയത്തില്ലേ. അങ്ങനെ എല്ലാ വിഷയത്തിലും മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ച് ചൊന്നതുപോലെ ഇത് അഖീദയുടെ വിഷയത്തിൽ മാത്രമല്ല, വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അങ്ങനെ സുലൂക്കിൽ പോലും, അങ്ങനെ സ്വഭാവ സംസ്കരണങ്ങൾ പോലും ഈ ഉമ്മത്ത് കടമെടുക്കുന്നുണ്ടോ. മഹാനായ ഇമാം നവവി റഹിമത്തുള്ളാഹി അലൈഹി ചൊല്ലുറോ, ജൂതന്മാരും ക്രിസ്ത്യാനികളും എങ്ങനെ തലമുടിയെടുത്താറാ, ആ തലമുടിയെടുക്കുന്ന പോലെ ഈ സമുദായത്തിൽ മുടിയെടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ നമുക്ക് കാണുന്നത് സാധിക്കും. ആ ജൂതന്മാരും ക്രിസ്ത്യാനികളും എങ്ങനെ പാൻറ് ഇട്ടാറാ, അതുപോലെ പാൻറ് ധരിക്കുന്ന ആളുമാരെ നമുക്ക് കാണുന്നത് സാധിക്കും. ഇത് ആണുങ്ങൾ മാത്രമല്ല, നമ്മുടെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾ പോലും, സ്ത്രീകളും പുരുഷന്മാരും രണ്ടും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വേഷവിധാനത്തെ അനുകരിക്കുന്നതായിരിക്കുന്ന ഒരു ചുറ്റുപാട്, ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജൂത ക്രിസ്ത്യാനികളുടെ വിവാഹം എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ വിവാഹമായി തീർന്നു.
ഞങ്ങളെ കച്ചവടം എങ്ങനെയാണ്, അത് നമ്മുടെ ആളുമാർ അനുകരിക്കണക്ക് തുടങ്ങിയാറ്. ഞങ്ങളെ ആഘോഷങ്ങൾ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ അഭിവാദ്യവാക്യങ്ങൾ എങ്ങനെയാണ്, അത് നമ്മുടെ സമുദായം അനുകരിക്കണക്ക് തുടങ്ങിയാറ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം ഇവിടെ സത്യമായി നമുക്ക് കാണറ. അങ്ങനെ എല്ലാം ആ കളഞ്ഞു പോയ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, അതേപോലെ അഗ്നി ആരാധകർ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അങ്ങനെ ഫൂട്ട് ബൈ ഫൂട്ടായിട്ട് അനുകരിക്കുക തന്നെ ചെയ്യുമെന്നുള്ള റസൂൽ പരിപാട്ടിയത് അതിവിടെ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊല്ലുമ്പോഴത്തോ സഹാബത്ത് കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനെ യാ റസൂലല്ലാഹ്, കഫാരിസ വറൂം, നിങ്ങൾ ഇപ്പൊ ചൊന്നത് കളിഞ്ഞു പോയതായിരിക്കുന്ന നൂറ്റാണ്ടുകാരുണ്ട് ചൊന്നത്, അത് പേർഷ്യക്കാരും റോമക്കാരും അവരെ പോലെ ഉണ്ടാണോ എന്ന് സഹാബത്ത് കേൾക്കറ്. പേർഷ്യക്കാർ റോമക്കാരും ചെന്നെങ്കിൽ റോമക്കാരും ചെന്നെങ്കിൽ അങ്ങ് ക്രിസ്ത്യാനികളാണ്, പേർഷ്യക്കാരും ചെന്നെങ്കിൽ അങ്ങ് വിഗ്രഹാരാധകരാണ്, അഗ്നി ആരാധകരാണ്. അങ്ങനെ ആ പേർഷ്യക്കാരെ പോലെ, ക്രിസ്ത്യാനികളെ പോലെ, അഗ്നി ആരാധകരെ പോലെ, ജൂതന്മാരെ പോലെ ഈ സമുദായമായി തീരുമോണ്ടാണോ അതുകൊണ്ട് ഉദ്ദേശിക്കരുത് എന്ന് സഹാബത്ത് കേൾക്കുമ്പോഴത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് വമനിന്നാസു ഇല്ലാ ഉലൈക്, വമനിന്നാസു ഇല്ലാ ഉലൈക്, അവരല്ലാതെ വേറെ ആരായിട്ട് കിറാറുണ്ട്. അതല്ലേ ഉണ്ട് കാണരുത് ഈ സമുദായത്തിൽ, ഈ ഉമ്മത്തിൽ അതല്ലേ കാണരുത്. അല്ലാഹുവിന്റെ റസൂല് പരിപാട്ടിയതുപോലെ പ്രവചിച്ചതുപോലത്തെ സാഹചര്യമല്ലേ ഈ ഉമ്മത്തിൽ ഉണ്ടാവുന്നത്. പിന്നെ എങ്ങനെയാണ് ദലീലാവാണ്ടിക്കുന്നത്? വളരെ വ്യക്തമാണ്. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തിനെ? അങ്ങ് മറ്റു സംസ്കാരത്തെ ഞങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടന്നാർ, അള്ളാഹുവിന്റെ കിതാബിനെ അങ്ങ് കൈയൊഴിഞ്ഞാറ്, അള്ളാഹുവിന്റെ കിതാബിനെ മുറുകെ പിടിച്ച് ജീവിച്ച് സൽകർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഇസ്സത്ത് മടങ്ങിക്കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിഭാവനമായിട്ടിക്കര, പരിശുദ്ധമായതായിരിക്കര ഇസ്ലാം, അത് നമുക്ക് അന്തസ്സായിട്ടിക്കറ, അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ടിക്കറ. ആ ഇസ്ലാമിനെ സംബന്ധിച്ച് നാം പഠിക്കണം, അള്ളാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ച് നാം പഠിച്ച് അത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ആ ഇസ്സത്ത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നാം മനസ്സിലാക്കി കൊടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥം, ആ ഭാഷ മുറുകെ പിടിക്കരെ, ഇസ്ലാം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നടക്കരെ, ആ യഥാർത്ഥ ഈമാനിന്റെ വക്താക്കളായി ജീവിച്ച് മരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നല്ല പോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് ജീവിക്കണം ട്ടോ. ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ഉണർത്തരെ. അള്ളാഹു അതിക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഇസ്ലാം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു മഹത്തായ ഒരു സൗഭാഗ്യമായിട്ട് മനുഷ്യത്വത്തിന്, അതേപോലെ തന്നെ മാനവികതയ്ക്ക് ഏറ്റവും ചെമ്മെ പ്രാമുഖ്യം കൊടുക്കുന്നതായിട്ടിക്കരെ ഒരു മതമാണ് ഇസ്ലാം എന്ന് ചെന്നെങ്കിൽ, അതുകൊണ്ടാണ് ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുമാർ അവരോട് നിങ്ങൾ വിശ്വസിക്കരെങ്കിൽ ഏത് മതമായിരിക്കും വിശ്വസിക്കുക എന്നങ്ങളട്ടെ കേൾക്കുമ്പോഴത്തു അങ്ങളും ചൊല്ലരുത്
വിശ്വസിക്കരുതെങ്കിൽ ഞങ്ങൾ ഇസ്ലാം മതമായിരിക്കും വിശ്വസിക്കരുത് ഉണ്ട്. പിടിയത്തല്ലേ. ഈയിടക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ, നമ്മുടെ കേരളത്തിലെ ഒരു വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ, മുസ്ലിം അല്ലാത്ത ഒരാൾ, നമുക്ക് പിടിയുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് കൊണ്ട് ചെന്നെങ്കിൽ, മതം കൊണ്ട് ചെന്നെങ്കിൽ, ദീനുണ്ട്, ധർമ്മം കൊണ്ട് ചെന്നെങ്കിൽ, മനുഷ്യരെ മയക്കരെ അമലാണ്, ഓപ്യമാണിട്ടുള്ള സിദ്ധാന്തമാണ് അങ്ങക്കുള്ളത്. അയാളൊക്കെ കേട്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മതം സ്വീകരിക്കണമെങ്കിൽ ഏത് മതമായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. അപ്പം അയാൾ ചൊന്നത്, ഞാൻ തിരഞ്ഞെടുക്കരുത് അത് ഇസ്ലാമായിരിക്കും. കാരണം ഇസ്ലാമിൻ്റെ സൗന്ദര്യമാണ്, മനോഹാരിതയാണ്, അതിനോട് കടപിടിക്കരുതായിട്ടിക്കരെ ഒരു തത്വസംഹിത, ഒരു ഐഡിയോളജി നമുക്ക് ഇവിടെ കാണുന്നത് സാധ്യമല്ല. കാരണം മനുഷ്യത്വത്തിന്, മാനവികതക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കരുതായ ഒരു പ്രത്യയ ശാസ്ത്രമായിട്ടിക്കറെ ഇസ്ലാം എന്ന് ചൊല്ലறது. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു. മനുഷ്യരെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളെ നാം സൃഷ്ടിച്ച, നിങ്ങളെ നാം പല ഗോത്രങ്ങളാക്കിയ, പല വിഭാഗമാക്കിയ, പല സമൂഹമാക്കിയ. എന്തിനു വേണ്ടി? ഇസ്ലാം ഒരിക്കലും ജാതീയമല്ല, ഇസ്ലാമിൽ ഒരിക്കലും നിറമില്ല, വംശമില്ല, വർണ്ണമില്ല, വർഗമില്ല. പിന്നെ എന്തിനു വേണ്ടി ഇങ്ങനെ തരംതിരിച്ചത്? തരംതിരിച്ചത് ലിതആറഫു, നിങ്ങൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആവുന്നതിന് വേണ്ടി മാത്രം, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ വളരെ വ്യക്തമായ നിലയ്ക്ക് ചെന്ന കാര്യമാണല്ലോ, ഇന്ന റബ്ബക്കും ലവാഹിദ് വ അബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. നിങ്ങളുടെ റബ്ബ് ഒരുവനാണ്, നിങ്ങളുടെ അബ്ബ ഒന്നാണ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദം ആകട്ടെ മണ്ണിൽ നിന്നാണ്, നമ്മളൊക്കെ മണ്ണാണ്. ഇതാണ് ജാതീയത എന്ന് ചൊല്ലുന്നത്, വംശീയത എന്ന് ചൊല്ലുന്നത്, വർഗീയത എന്ന് ചൊല്ലുന്നത്. അതൊരിക്കലും തീരെ ഇല്ലാത്തതായിട്ട് ഒരു പ്രത്യയ ശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമല്ല പ്രാക്ടിക്കലായി ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്നിട്ട് ചിലരിൽ അത്തരത്തിലുള്ള ഒരു സമീപനം, ജാഹിലിയത്തിൽ നിന്നിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുമാരാണല്ലോ ചെമ്മാളുകൾ. ഇതൊക്കെ ജാഹിലിയത്താണ്, ജാതീയത, വർഗീയത, വംശീയത എന്ന് ചൊല്ലുന്നത്. അപ്പൊ ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം ചിലരിലൊക്കെ അതിലെ ചില ശാഖകൾ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രാക്ടിക്കലായി പ്രായോഗികമായി തിരുത്തിയതായിട്ട് സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എത്രയോ സംഭവങ്ങൾ, ഒരു സംഭവം മാത്രമാണ് ഞാനിപ്പോ വിവരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യനായിട്ട് വളരെ ക്ലോസ് ആയിട്ടിക്കരെ, വളരെ ഇന്റിമേറ്റ് ആയിട്ടിക്കരെ ഒരു ശാഗിർദായിട്ട് മഹാനായ അബൂദർ അൽ ഗഫാർ റളിയല്ലാഹു തആല അൻഹു. അബൂദർ അൽ ഗഫാർ റസൂലുള്ളാഹിയുടെ ഒരു അടുത്ത മുട്ടത്തെ ഒരു സഹാബിയാണ്. ആ അബൂദർ അൽ ഗഫാർ റളിയല്ലാഹു അൻഹു ബിലാലുമായിട്ട് ഒരിക്കൽ ചെറിയ ഒരു ഫൈറ്റ് ഉണ്ടായി, ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടായി, ഒരു ശണ്ടയുണ്ടായി. ഏതോ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായിട്ട്, ആ തർക്കമുണ്ടാക്കുമ്പോൾ സ്വാഭാവികമാണല്ലോ, നമ്മളൊക്കെ തർക്കമുണ്ടാക്കുമ്പോൾ ഇവിടൊക്കെ എല്ലാം എത്തും അല്ലേ, തൂത്തു മേമേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അടിയും പിടിയും അവിടെ എല്ലാം എത്തും. അവർ മനുഷ്യരാണ്. അങ്ങനെ തർക്കമുണ്ടായ സന്ദർഭത്തിൽ അബൂദർ അൽ ഗഫാർ റളിയല്ലാഹു തആല അൻഹു ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങനെ വിളിച്ചിട്ട് യബ്ന സൗദാ, എന്തിരെ യബ്ന സൗദാ, യബ്ന സൗദാ ചെന്നെങ്കിൽ കറുത്തവളുടെ മോനെ അർത്ഥം. കരിയ, വെളിയ, ഇത് ജാഹിലിയത്താണ്. പക്ഷെ ഇന്നും ചില ലോകത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ കറുത്തവളുടെ മോനേട്ടാണ് ഇതിനർത്ഥം. ചെന്നെങ്കിൽ ഉമ്മാരെയും മോനെയും ഒട്ടി അയാൾ ആക്ഷേപിച്ചിട്ട്, കറുത്ത ഒരു ഉമ്മാക്ക് ജനിച്ച കറുത്ത മോനേട്ട് അയാൾ വിളിച്ചിട്ട്. ഇത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുക്ക് വല്ലാത്ത ബേജാറായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു മറുപടി ഒന്നും കൊടുത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടപോയിട്ട് റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമത്തെ ആവലാതി ശികായത്ത് ചൊന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു ചെയ്ത് നിങ്ങൾക്ക് പിടിയുണ്ടോ? ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞു വിട്ടോ? ഇല്ല, അത് ജാഹിലിയത്താണ്, പരിശുദ്ധ ഇസ്ലാമിന് എതിരായിട്ടിരിക്കുന്ന പഴക്കമാണ്. റസൂലുള്ളാഹിന്റെ മുറ്റത്തെ വളരെ അടുത്ത സഹാബിയായിരുന്നിട്ടും അബൂദർ ഗഫാറിനെ വിളിപ്പാട്ടിത്ത്, എന്നിട്ട് അബൂദർ ഗഫാറിനോട് റസൂൽ കേൾക്കുള്ള ഇങ്ങനത്തെ ഒരു പഴക്കം നീ ചൊന്നേ, കറുത്തവളുടെ കറുത്ത ഉമ്മാരെ മോനേട്ട് നീ ചൊന്നേ. അതെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കർക്കശമായ റഫായ നിലക്ക് റസൂലുള്ള ചൊല്ലുറു, യാ അബാ ദർറ ഇന്നക അംറുൻ ഫീക ജാഹിലിയ. അബൂദർറേ, ജാഹിലിയത്തിന്റെ അംശം ഇപ്പോഴും നിന്നിലുണ്ട്, വിട്ടുപോയിട്ടില്ല. നോക്കണം, ജാഹിലിയത്തിന്റെ അംശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയ ദിവസവും അതേപോലെ തന്നെ ഹജ്ജത്തുൽ വിദായിലുമൊക്കെ ചെന്നവർ പളക്കമായിട്ട് എന്തിനെ ജാഹിലിയത്തുണ്ട് ചെന്നെങ്കിൽ ഞാനിതാ നിന്റെ കാലിന്റെ അടിയിലിട്ടിട്ട് ഞാനിതാ ചവിട്ടിക്കളഞ്ഞ് ഇനി ജാഹിലിയത്തിന്റെ ഒന്നും നിങ്ങളുടെ വായിന്നിട്ട് വരണമെങ്കിൽ തീര, നിങ്ങളുടെ പ്രവൃത്തിയിൽ ഉണ്ടാവണമെങ്കിൽ തീര എന്ന് ഖുറൈശികളെ വിളിച്ചിട്ടാണ് ചെന്നത്. കാരണം ഖുറൈശി ചെന്നെങ്കിൽ വലിയ ഉയർന്ന തറവാട്ടുള്ള വലിയ ഗോത്രമാണ് ഖുറൈശി. റസൂൽ ആ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ആ ഖുറൈശി ഗോത്രത്തെ വിളിച്ചിട്ടാണ് റസൂലുള്ള ചൊല്ലുന്നത്, യാ മഅ്ശറ ഖുറൈശ് ഇന്നല്ലാഹ ഖദ് അദ്ഹബ അൻകും നഖ്ബത്തൽ ജാഹിലിയ വതഅ്ലുമുഹാ ബില്ലാബാ. ഖുറൈശി സമൂഹമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഹിലിയത്തിനെ നഖ്വത്തിനെ തുടച്ചു നീക്കിറ്. നഖ്വത്തിന്റെ ചെന്നെങ്കിൽ നഖ്വത്തുണ്ട് ചെന്നെങ്കിൽ അഭിജാത്യം, ഡംബ്, പേതല ഗർവ്, ജാഹിലിയത്തിന്റെ ആ ഡംബ്, ആ ഗർവ് അതിതാ തുടച്ചു നീക്കിയിട്ടുണ്ട്. അബ്ബന്മാരെ കൊണ്ട് ഇങ്ങനെ അബ്ബന്മാരെ മഹത്വപ്പെടുത്തി ചൊല്ലുന്നത് അത് അല്ലാഹു തആല തുടച്ചു നീക്കിയത്. അബ്ബന്മാരെ മഹത്വപ്പെടുത്തുന്ന സമ്പ്രദായം ജാഹിലിയത്തിൽ എന്ത്, എൻ്റെ അബ്ബ അങ്ങനെയുള്ള ആളായിട്ട് എന്ത്, ഞങ്ങളെ ഫാമിലിയോട് ചെന്നാൽ അങ്ങനത്തെ ഉണ്ട് പിന്നെ ആൾ കാണാം അല്ലേ. എൻ്റെ മുത്താത്തനിക വന്ന് ആനയിത്തു അല്ലേ, അവനെ മുത്താത്തനിക ആനയിത്തി, ഉണക്കൊരു ആനയിക്കല ഒരു ചേനയിമിക്കല. അപ്പൊ ഇങ്ങനെയുള്ള ഈ സമ്പ്രദായം അത് ജാഹിലിയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു അതിതാ അല്ലാഹു തുടച്ചു നീക്കിയിട്ട് ആ നിലക്ക് ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. പിന്നെയും അങ്ങനെയുള്ള ഒരു പളക്ക അബൂദർ അൽ ഗഫാറിന്റെ വായിൽ നിന്ന് വന്നപ്പോ റസൂലുള്ള ചൊന്നത് ജാഹിലിയത്ത് നിന്നിൽ വിട്ടുപോയിട്ടില്ല. എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് നീണ് അല്ലാഹുവോട് പശ്ചാത്തപിക്കണം, അല്ലാഹുവോട് നീ പശ്ചാത്തപിക്കണം. തീർന്നില്ല, മയ്യാവൂല. നീന് നിന്റെ സഹോദരന്റെ മനസ്സിക്ക് നീ ബേജാറുണ്ടാക്കിയല്ലേ, അതുകൊള്ള പരിഹാരം നീ കാണണം അബൂദർനെ. അവരെ മനസ്സിക്ക് ബേജാറായിര്, അത് എന്തൊരു എക്സ്പിയേഷൻ നിക്ക് ചെയ്യണകാവോ, എന്തൊരു ഫിനാൻസ് നിക്ക് ചെയ്യണകാവോ, അത് നീ ചെയ്യണം അബൂദർറേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്. എന്നിട്ട് എന്തുണ്ടായി പ്രിയമുള്ളവരെ? അബൂദർ ഗഫാർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവോട് മാപ്പ് കേട്ടിട്ട് എന്നിട്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മുന്നോട്ട് പോയിട്ട് തൻ്റെ തല മനസ്സിലാക്കണം, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ തൻ്റെ തല കൊണ്ടുപോയി ചരിച്ചു വെച്ചിട്ട് എന്നിട്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചൊല്ലൊരു സഹോദരാ, നിന്റെ പളക്ക കൊണ്ട് നിനക്ക് ബേജാറായരല്ലേ, അത് എക്സ്പിയേഷൻ ആയിട്ട് പരിഹാരമായിട്ട് നീണിതാ നിന്റെ കവളത്തേക്ക് നിന്റെ കാല് കൊണ്ട് നീ ചവിട്ടറു എന്ന് അബൂദർ അൽ ഗഫാർ റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്നു. മനസ്സിലാക്കണം, ഉന്നത തറവാടിയായിരുന്ന ഉന്നതമായിട്ട് തറവാടിൽപ്പെട്ട അബൂദർ അൽ ഗഫാർ അതുകൊള്ള പരിഹാരം കാണുന്നത് ഇങ്ങനെയായിട്ട്. കാരണം അല്ലാഹുവിന്റെ റസൂലാണ് ചൊന്നത്. അങ്ങനെ അബൂദർ അൽ ഗഫാർ റളിയല്ലാഹു തആല അൻഹു ചൊല്ലുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ കിട്ടിയ അവസരമല്ലേ, ഒന്ന് ചവിട്ട് കൊടുക്കാണ്ട് വിചാരിക്കുമല്ലേ. പക്ഷേ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അബൂദറിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാനിതാ അങ്ങേക്ക് മാപ്പ് തന്നരെ, ഇനി നിന്റെ മനസ്സിൽ ഒരു ബേജാറുമില്ല എന്ന് ചൊന്ന് മാപ്പ് ചെയ്തു കൊടുത്തതായിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ഹദീസിൽ ചരിത്രത്തിൽ കാണുക സാധിക്കും. അപ്പൊ ഇത്രമാത്രം മനുഷ്യത്വത്തെ, അതേ മനുഷ്യത്വത്തെ മാനിക്കരെ, മനുഷ്യൻ ചൊല്ലുന്നത്, മനുഷ്യ കുലോണ്ട് ചൊല്ലുന്നത് അതൊരൊറ്റ സമൂഹമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടറ്. അങ്ങനെയുള്ളതായിട്ടിക്കരെ ആ മനോഹരമായ സുന്ദരമായ ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദീനിൽ, ഈ പരിശുദ്ധമായ ആദർശത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. നമുക്ക് ദ്വാരക്കൊണ്ടുകൊണ്ട് ആ ദ്വായിലേക്ക് കടക്കുന്ന മുന്നോളൂ നമ്മുടെ മദ്രസിൻ്റെ കലക്ഷനായിട്ട് ഇക്കറിൻ്റെ നാൾ എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. കാരണം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടും പിന്നെ നിങ്ങളുടെ സംഭാവന, നിങ്ങളുടെ സഹകരണം കൊണ്ടുമാണ്
ഇവിടെ അൽഹംദുലില്ലാഹ് പള്ളിയും മദ്രസയും എല്ലാം തന്നെ മുമ്പോട്ട് പോകരുത്. ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് ഓരോ ആണും പെണ്ണും നല്ല പോലെ തിരിച്ചറിഞ്ഞ് നിങ്ങളെ കയ്യിലിക്കരുത്. അള്ളാഹുവിൻ്റെ ദീനിക്ക് വേണ്ടി അവൻ്റെ പള്ളി, അതേപോലെ തന്നെ അവനെപ്പറ്റി പഠിപ്പാട്ടി കൊടുക്കുന്ന മദ്രസ, അതൊക്കെ ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും ഞാൻ ആവശ്യപ്പെടരെ. അള്ളാഹു അതൊക്കെ നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് ദ്വാരക്കൾക്ക് വേണ്ടി ജിദ്ദയിൽ വെച്ച് മരണപ്പെട്ടു പോയ നമ്മുടെ ഈ പള്ളിക്കും മദ്രസക്കും ഒക്കെ ഡൊണേഷൻ കൊടുക്കുന്നതായിരിക്കും ഒരു കുടുംബം. അതിലെ ഒരു സ്ത്രീ ജിദ്ദയിൽ വെച്ച് മരണപ്പെട്ടു പോയ വാർത്തയാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെ അഡ്ഡൂറിൽ ഒരു 2 സ്ത്രീകൾ, നമ്മുടെ ആദർശത്തിൽ വിശ്വസിക്കുന്ന 2 സ്ത്രീകൾ മരണപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മരിച്ചതായിട്ടിക്കരെ ഈ സഹോദരിമാർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങളുടെ ഖബറിനെ അള്ളാഹ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങളെ പരലോകം, അങ്ങളുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിക്കുമാറാകട്ടെ. അങ്ങളുടെ കൂടെ നാളെ പരലോകത്ത് സ്വർഗത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കണോ അള്ളാഹു തആല അവർക്കും നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ എത്രയോ പേര് വളരെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വേറെ പല വിധത്തിലുള്ള ശാരീരികമായ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കരെ എത്രയോ സഹോദര സഹോദരിമാർ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾ പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ സിഹത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ വൈകുന്നേരം ശനിയാഴ്ച എല്ലാ ആഴ്ചയും ഉള്ളതുപോലെ സ്ത്രീകൾക്കായി പ്രത്യേകമായ ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാവരും അതിൽ ഭാഗവാക്കാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽകർമ്മങ്ങൾ പൂർണ്ണമായ പ്രതിഫലം നൽകി സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.